കുടുംബജീവിതത്തിലെ വിജയത്തിന് വളരെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പരസ്പരം തിരിച്ചറിയുക എന്നുള്ളതാണ്. ഒരു ഭാര്യയും ഒരു ഭർത്താവിനെയും പരസ്പരം തോൽപ്പിക്കാൻ ശ്രമിക്കരുത്. പരിശുദ്ധ ദീനിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ദീനിൽ ഭാര്യയും ഭർത്താവും ഇല്ല. ഈ ഇസ്ലാമില് നമ്മൾ ഭാര്യ ഭർത്താവ് എന്നൊക്കെ നാളെ ഇതുവരെ പറഞ്ഞിട്ടുണ്ട്, നാളെയും പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇസ്ലാമിൽ ഭാര്യയും ഭർത്താവും ഇല്ലാത്ത ഒരു മതമാണിത്. പരിശുദ്ധ ഖുർആൻ സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ് അസ്വാജ് അല്ലേ, എല്ലായിടത്തും അല്ലാഹു തആല ഭാര്യയും ഭർത്താവിനെയും പറയുന്ന സൗജ് സൗജ് എന്ന. ഭാര്യയ്ക്കും സൗജാണ്, ഭർത്താവിനും സൗജ. എന്താർത്ഥം? ഇണങ്ങുന്നവൾ, അന്യോന്യം ഇണങ്ങുന്നവർക്ക് ഇണ എന്ന് പറയുന്നത്. പിണങ്ങുന്നവർക്ക് പെണാന്ന് പറയാം, അല്ലാതെ ഇണ എന്ന് പറയാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് ഇണയെന്ന് മാത്രം പറയുന്നു അള്ളാഹു. ഭാര്യ എന്ന്, ഭരിക്കുന്ന ഭർത്താവെന്നും ഭരിക്കപ്പെടുന്ന ഭാര്യയെന്നും അള്ളാഹു പറഞ്ഞിട്ടേ ഇല്ല. ഒരിക്കലും ഒരു ഭാര്യ തന്റെ ഭർത്താവ് തന്റെ ഭാര്യയെ ഭരിക്കാൻ നോക്കരുത്. അള്ളാഹുവിന്റെ ഹബീബ് പറയുകയാ, ലാ ഖൈറ ഫിൻ നിസാഇ, ഒരു സ്ത്രീകളിൽ നിങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുകയില്ല. സ്ത്രീകൾ ചില സംബന്ധിച്ച് വലിയ അമിതമായ സങ്കല്പങ്ങളാണ്. പരസ്യങ്ങളും സിനിമകളും ഒക്കെ കണ്ടിട്ട് വമ്പൻ സങ്കല്പങ്ങളുമായിട്ടാണ് പലരും ജീവിക്കണേ. ആ സങ്കല്പങ്ങളിലൂടെ പോയാൽ ലാ ഖൈറ ഫിൻ നിസാ, നിങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് പെണ്ണുയരുമെന്നില്ല. പക്ഷേ വലാ സബ്റ അൻഹുന്ന, ഒരു പെണ്ണില്ലാത്ത വിജയകരമായ ഒരു ജീവിതം ഒരു പുരുഷനും സാധ്യമല്ല. റസൂലുള്ളാഹി പറയാ, പെണ്ണില്ലാത്ത ഒരു ജീവിതം വിജയിപ്പിക്കാൻ, ഒരു ജീവിതം പൂർണ്ണമാകുന്നത് ഒരു പെണ്ണുകൂടി ചേരുമ്പോഴാ. ഞാൻ പറഞ്ഞല്ലോ, വലത്തെ കൈ ഇടത്തെ കൈയും ചെയ്യുമ്പോഴാണ് കൈ പൂർണ്ണമാകുന്നത്. വലത്തെ കണ്ണും ഇടത്തെ കണ്ണും ചേരുമ്പോഴാണ് കാഴ്ച പൂർണ്ണമാകുന്നത്. സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ചേരുമ്പോഴാണ് മനുഷ്യൻ എന്ന നിലയിൽ പൂർണ്ണത കൈവരുന്നത്. അതുകൊണ്ട് വലാ സബ്റ അൻഹുന്ന. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, യഗ്ലിബ്ന കരീമാ വയഗ്ലിബുഹുന്ന ലഈമോ, യഗ്ലിബ്ന കരീമാ വയഗ്ലിബുഹുന്ന ലഈമോ. മാന്യനായ പുരുഷനെ ആ ഭാര്യമാർ തോൽപ്പിച്ചു കളയുമെന്ന് മുഹമ്മദ് മുസ്തഫ. നല്ല ഭർത്താവിനെ, മാന്യനായ ഒരു ഭർത്താവിനെ തൻ്റെ ഭാര്യ പലപ്പോഴും തോൽപ്പിച്ചു കളയും. അവളുടെ ചിത്താന്തത്തിൻ്റെ മുമ്പിൽ നല്ല ഭർത്താവ് പലപ്പോഴും കൗതുകത്തോടുകൂടി തോറ്റു കൊടുക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. എന്നാൽ വയഗ്ലിബുഹുന്ന ലഈമു, നീചനായ ഭർത്താവ് എപ്പോഴും ഭാര്യയെ തോൽപ്പിക്കുകയേ ഉള്ളൂ എന്ന് കൂടി പറഞ്ഞു മുഹമ്മദ് മുസ്തഫ. ഒരു കെട്ട ഭർത്താവിന്റെ ലക്ഷണം എന്താ? ഭാര്യ എന്തെങ്കിലും പറഞ്ഞാൽ, ഭാര്യ എന്തെങ്കിലും ചെയ്താൽ അവിടെ എല്ലാം അവളെ തോൽപ്പിക്കാൻ മാത്രം ശ്രമിക്കുന്ന, അവളെ കീഴ്പ്പെടുത്താൻ മാത്രം ശ്രമിക്കുന്ന ഒരു ഭർത്താവ്, ഒരു പുരുഷൻ, അവൻ ലോകത്തെ ഏറ്റവും കെട്ട ഭർത്താവാണെന്ന് മുഹമ്മദ് മുസ്തഫ. उलमाए देवबंद